ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സ്ത്രീ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന കഥകളുടെ സമാഹാരമാണ് ചിന്ത പബ്ലിഷേഴ്സ് പുറത്തിറക്കിയിരിക്കുന്ന പെൺകാല കഥകളാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് VK കാർത്തിക, PN ശ്രീകുമാർ. പുസ്തകം ഇറക്കിയിരിക്കുന്നത് ചിന്ത പബ്ലിഷേഴ്സ് ആണ്. പെൺകാല കഥകൾ. ആയിരുന്നോ? എന്റെ അമ്മച്ചിക്ക് ഭ്രാന്തായിരുന്നോ? മങ്ങിയും തെളിഞ്ഞും നിന്നതല്ലാതെ ഒരു വെളിച്ചവും ഒരു പ്രപഞ്ചവും അവന് മറുപടി നൽകിയില്ല. ഭ്രാന്തോദയങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ പലായനങ്ങളുടെ ആഴം ഒരിക്കലും അവൻ മനസ്സിലാക്കുകയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പക്ഷികൾ ഒഴിഞ്ഞുപോയൊരു കോട് അവന് മുന്നിൽ വന്നു വീണു. അവൻ അതിൽ വാതിൽ ദൃഷ്ടികൾ ഊന്നി അതിനെ ചവിട്ടി മിതിച്ചുകൊണ്ട് തല ഉയർത്തി മുന്നോട്ട് നടന്നു. അവർക്കുള്ളിൽ മൂന്നാമതൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആർക്കും ഒരുപക്ഷെ അവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീ. കരിക്കും കള്ളും ചേർന്ന നല്ല പഞ്ഞി പോലത്തെ അപ്പം, ഉരുളൻകിഴങ്ങും സവാളയും പച്ചമുളകും ചതച്ച കുരുമുളകും തേങ്ങാപ്പാലും ചേർന്ന സ്റ്റൂ സങ്കല്പിച്ചതിനേക്കാൾ രുചിയുണ്ട് രണ്ടിനും. യാദൃശ്ചികതയുടെ പുതുമണമുണ്ടായിരുന്നു അവരോടൊന്നിച്ചുള്ള കഴിഞ്ഞ ഇരിപ്പിനും. ആദ്യ മഴയുടെ പിറ്റേന്ന് മണ്ണിൽ നിന്ന് പറന്നു വരുന്ന ഇയലുകളെ പോലെ മനസ്സറിയലിന്റെ വെളിച്ചത്തിനു ചുറ്റും ഒറ്റ രാത്രി സ്നേഹത്തിന്റെ പിടച്ചിൽ. ഇങ്ങനെയുള്ള പുതുമകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ട് എത്രയോ കാലമായി. എല്ലാം കണക്കുകൂട്ടി നിശ്ചയിച്ച ചട്ടപ്രകാരമുള്ള ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ നിന്നും തെന്നിമാറുന്നത് ഇത്ര എളുപ്പമായിരുന്നു. ചെറുപ്പത്തിൽ എങ്ങോ കണ്ട സ്വപ്നത്തിലെ റോസാപ്പൂക്കൾ കൊണ്ടുള്ള വേലിയുള്ള മഞ്ഞു പുതച്ച പെരുവഴി അമ്പലവും അവിടെ ചൂട് കാപ്പിച്ചൂടിരിക്കുന്ന പ്രിയപ്പെട്ടവരും സത്യമായതുപോലെ. ഒപ്പം കൊണ്ടു നടന്നിരുന്ന നാളുകളിൽ ഒരിക്കൽ പോലും ഞാൻ ആ കുടയെ ഒരിടത്തും മറന്നു വെച്ചിട്ടില്ല. കുഞ്ഞനായിരുന്നെങ്കിലും കരുത്തനായിരുന്നു അത്. ഒരു പെരുമഴയെയും അത് കൂസിയിരുന്നില്ല. ചൂട് നടക്കവേ കാൽപാദങ്ങളെയോ വീതിയുള്ള പിൻവശത്തെയോ നനച്ചിട്ടില്ല. കുംഭത്തിലേറ്റ വെയിലിന്റെയും ഇടവപ്പാതയിലേറ്റ മഴയുടെയും കണക്കെടുത്താൽ എന്നേ നരച്ചു പൊടിഞ്ഞു പോകേണ്ടതായിരുന്നു. ന്യായമായും ആ നരച്ച മേലുടുപ്പ് എപ്പോഴെങ്കിലും അഴിച്ചുമാറ്റി പുതിയതൊന്ന് കൊടുക്കാമായിരുന്നു. തേയ്മാനം പറ്റിയ നട്ടലിനും വാരിയിലുമെല്ലാം അല്പം എണ്ണ പുരട്ടി കൊടുക്കാമായിരുന്നു. ഒന്നുമല്ലേലും വല്ലപ്പോഴും എടുത്തൊന്ന് സ്നേഹത്തോടെ പൊടിക്കയൊക്കെ തട്ടിവെക്കാമായിരുന്നു. ഒന്നും ചെയ്യാതെ ചടഞ്ഞിരിക്കുമ്പോൾ ഭൂതകാല കുളിരിന് ഉപേക്ഷ എന്ന ഒരു വിശേഷണം കൂടി ഇണങ്ങും. മുന്നിൽ വന്ന് പെടുമ്പോഴെല്ലാം കുട നിസ്സംഗതയോടെ പറയും, ഞാനത് കേട്ടില്ലെന്ന് നടിക്കും. കണ്ണുകൾ ഇടയേണ്ടി വന്നപ്പോൾ നൽകിയ വിളറിയ ചിരികൾക്ക് പകരം അവൾ അടിമുടി നോക്കുകയാണുണ്ടായത്. ഭൂമി വിളർന്ന് അന്തർദാനം ചെയ്തു പോയ സീതയുടെ കഥ മലയാളം ഭാഷ പഠിപ്പിക്കുന്നത് ഓർത്തുപോയി. അപമാനം തോന്നുന്ന എല്ലാ മനുഷ്യർക്കും അന്തർദാനം ചെയ്യുവാൻ ഭൂമിയിൽ നിന്നും പാതാളത്തെ ബന്ധിപ്പിക്കുന്ന വഴികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കഥകളിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പോലെയല്ല ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. അവർ അനുഭവിക്കുന്ന എന്തിനേയും നേരിടുന്നു, അഥവാ നേരിടുവാൻ ജനിക്കുമ്പോഴേ തയ്യാറെടുക്കുന്നു. ജാള്യതയും സങ്കടവും ഉള്ളിലൊതുക്കി. അല്ലെങ്കിലും മരിയയ്ക്ക് താനൊരു പുതിയ ആളല്ല, ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. തന്നെ അറിയാമായിരിക്കാം തന്റെ ദാരിദ്ര്യത്തെയും.